അങ്ങനെ ഒരു RSSന്റെ പാഠപുസ്തകമൊന്നും മലയാളി പഠിക്കണ്ട. അങ്ങനെ പഠിക്കണമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം ഇല്ലാതെയാവണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് വോട്ട് ചോദിക്കുന്നത് ഈ വേങ്ങരയുടെ മാത്രം പ്രശ്നങ്ങളല്ല. അത് 25%. അതിനപ്പുറം 75% ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാനും പൊരുതാനുമുള്ള നിയമനിർമ്മാണ സഭയിലേക്കുള്ള വോട്ടാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഇന്നലെയൊക്കെ വന്നിട്ട് കുറേ വർത്തമാനം പറഞ്ഞു പോയല്ലോ പലരും ഇവിടെ എന്നെ ആക്ഷേപിച്ചിട്ട്. സ്ഥാനാർത്ഥി എന്ന നിലക്ക് പറയാൻ ബാധ്യതയുണ്ട്. ഞാൻ അവരോടൊക്കെ പറയുന്നു, ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും ഒരു CPMകാരൻ, ഇത് തെരഞ്ഞെടുപ്പ് സമയമാണ് കേട്ടോ, ഇതിന് എപ്പോഴും പറയണ പോലെയല്ല, വിലയുള്ള സമയമാണ്. എനിക്ക് തിരക്കുണ്ട്, എൻ്റെ അപ്പുറത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കും തിരക്കുണ്ട്. നിങ്ങൾ വേങ്ങര ടൗണിൻ്റെ മധ്യത്തിൽ നടുവിൽ നമുക്ക് സ്റ്റേജ് കെട്ടാം. നിങ്ങൾ കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്ന കൊള്ളാവുന്ന നിങ്ങൾക്ക് പറ്റിയ ഒരു 10 പേരെ കൊണ്ടുപോവാ, എന്നിട്ട് സംസാരിക്കുക. അവർക്കാർക്കും തിരക്കില്ലെങ്കിൽ ഏതായാലും നിങ്ങളുടെ സ്ഥാനാർത്ഥി ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, ഞാൻ അദ്ദേഹത്തോടും വെല്ലുവിളിക്കുകയാണ്. എന്നിട്ട് വാ. KM ഷാജി ഏതെങ്കിലും ഒരു മതത്തെ ആക്ഷേപിച്ചു, പരിഹസിച്ചു, കുറ്റം പറഞ്ഞു എന്നത് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ ഈ ഏർപ്പാട് നിർത്തി വേങ്ങരയിൽ നിന്ന് പോകും. പറ്റുമോ? നുണ പറയരുത്. പറയുന്നുണ്ടെങ്കിൽ തിരിച്ചു പറയാൻ പറ്റാത്തവരോട് പോയി പറയണം. അല്ലെങ്കിൽ അത് തിരിച്ചു വരുമെന്ന ബോധ്യമെങ്കിലും ഉണ്ടാവണം. ഞാൻ എല്ലാവരോടും പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പിന് വലിയ മാനമുണ്ട്. വേങ്ങരക്കാരോട് ഞാൻ പറയട്ടെ, ഞാൻ ഒരുപാട് CPM പൊതുയോഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്നലെ തെരഞ്ഞെടുപ്പ് യോഗം കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിപ്പോയി. ഞാൻ CPMൻ്റെ വലിയ വലിയ പോരാട്ടങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കാറ്, ടിയാൻമൻ സ്ക്വയറിനെ കുറിച്ചൊക്കെ ഒരു പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ആ സ്ക്വയർ ഒന്നും അവർക്ക് ഓർമ്മയില്ല. അവർ വേറെ ഏതോ സ്ക്വയറിനെ കുറിച്ച് സംസാരിക്കണം. നിങ്ങൾ എത്ര ചെറുതായി പോണത് നിങ്ങൾ എന്താ മനസ്സിലാവാത്തത്? രാഷ്ട്രീയത്തിന് വലിയ മാനമുണ്ട് സഹോദരന്മാരെ. നാളെ രാഹുൽ ഗാന്ധി കോഴിക്കോട് വരികയാണ്. ഒരു സ്റ്റേറ്റ് നഷ്ടപ്പെട്ടാൽ CPMകാരാ കോൺഗ്രസ് തോറ്റുപോയി എന്ന് പറയുന്നതിൽ ആഹ്ലാദിക്കുന്നത് BJP ആണ്. മുസ്ലിം ലീഗൊക്കെ അതിലൊരു ഘടകകക്ഷി മാത്രമാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ ഒരു സ്റ്റേറ്റ് പോകുന്നു എന്നതിന് ഒരു മാർക്കറ്റുണ്ട്, കോടികളുടെ വിലയുണ്ട്. ആ വില നിങ്ങൾ വാങ്ങി വെക്കുന്നുണ്ട് എന്നും ഞങ്ങൾക്കറിയാം. എന്തിനാ ഈ സ്റ്റേറ്റുകൾ കിട്ടുന്നത്? ഞാൻ ഒറ്റ കാര്യം കൂടെ പറയട്ടെ നിങ്ങളോട്. ഇവിടെ നമ്മളുടെ ഈ വേങ്ങര അങ്ങാടിയിൽ എത്ര ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുന്നതിന് ബുദ്ധിമുട്ടായി തുടങ്ങി നിങ്ങൾക്കറിയോ? ഞങ്ങൾ ഇന്നലെ മലപ്പുറത്തൊരു ഹോട്ടലിൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോയി. കട്ടൻ ചായ ചോദിച്ചപ്പോൾ ഉണ്ടായ കാര്യമാണ്. പറഞ്ഞു ഗ്യാസ് തീർന്നു. ഗ്യാസ് കൂടുതൽ ഉപയോഗിക്കുന്ന ഭക്ഷണം ഒരു ഹോട്ടലിൽ സപ്ലൈ ചെയ്യുന്നില്ല. എവിടെയോ നടക്കുന്ന യുദ്ധമല്ലേ? നമ്മളുടെ സഹോദരന്മാരും ഗൾഫ് രാജ്യത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്, അതും നമുക്കറിയാം. പക്ഷെ വേങ്ങരയിലേക്ക് ഗ്യാസ് എത്തുന്നില്ല. നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ വരിക യുദ്ധം, അടുക്കളയിൽ വരിക യുദ്ധം. ഈ യുദ്ധം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടിന് പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറയാണ്. നിങ്ങൾ ജീവിക്കുന്ന കാലം ഏതാണെന്നറിയോ? നിങ്ങൾ വേങ്ങര അങ്ങാടിയിലെ ടാവട്ടത്തിൽ ഇരുന്ന് കളിക്കുന്ന കാലമല്ല. നമ്മുടെ കുട്ടികൾക്ക് ലോകത്തോട് സംസാരിക്കാൻ വേങ്ങര അങ്ങാടിയിൽ നിന്ന് കഴിയുന്ന കാലമാണ്. നിങ്ങൾ പറയുന്നത് ഗൗരവമുണ്ടെങ്കിൽ റൊണാൾഡ് ട്രംപുകൾക്കും നെതന്യാഹുകൾക്കും ലോക ഭരണാധികാരികൾക്കും, കാരണം നിങ്ങളുടെ കയ്യിൽ ടൂളുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇറാന് ഈ യുദ്ധം ചെയ്യുമ്പോൾ ഇറാൻ്റെ പിറകിൽ ഇറാൻ ഒറ്റക്കല്ല, ചൈനയും റഷ്യയും ഉണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് നെഹ്റുവിൻ്റെ ചേരിചേരാ രാജ്യത്തിന് ആ കരുത്തുണ്ടായിരുന്നെങ്കിൽ, നിക്സണോട് രാഷ്ട്രീയം പറഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയത്തിന് കരുത്തുണ്ടായിരുന്നെങ്കിൽ, നെഹ്റുവിനെ അതേപടി പകർത്തിയെടുത്ത ജീവിത വിശുദ്ധിയുള്ള രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പടനായകന്റെ കയ്യിൽ ഈ രാജ്യമുണ്ടായിരുന്നെങ്കിൽ, ഞാൻ ഉറപ്പ് പറയുന്നു, ഇതൊരു ബഡായി അല്ല, ഉറപ്പ് പറയുന്നു, ഈ യുദ്ധം നടക്കില്ലായിരുന്നു. വെറുതെ കളിക്കരുതേ. ട്രംപ് എന്ന് പറയാൻ കഴിയുന്ന ഒരു ഭരണകൂടം ഏഷ്യയിൽ ഇന്ത്യയെ പോലെ ഒരു ശാക്തിക ചേരിയില്ല. നിങ്ങളുടെ വോട്ടുകൾ ചെറിയ വിഷയമല്ല, വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.
ആ വിഷയത്തെ നിങ്ങൾ ഗൗരവത്തോടെ കാണണം. വോട്ട് ചോരി എന്ന വിഷയത്തിൽ നിന്ന് CPM മാറുന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.